ഉൾനാടൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഷിപ്പ് റിപ്പയറിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലാണ് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ ഉൾനാടൻ ഗതാഗതമുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷെ അത് വാരണാസിയിലും പറ്റ്നയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ആകെയുള്ളത് റെയർ എർത്ത് കോറിഡോറിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ മിനറൽ റിച്ച്നെസ് ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അവിടെ ചവറവിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ KML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പരാമർശിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പരാമർശിച്ചിരിക്കുന്നു. പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെ നിരാശാജനകമായിട്ടുള്ള ബജറ്റാണ്. പൊതുവെയുള്ള സമ്പദ്ഘടന മുൻകാലങ്ങളിൽ വലിയ ആവേശത്തോടെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്തായി? ഏതെങ്കിലും തരത്തിൽ തൊഴിൽ സൃഷ്ടിച്ചോ? അതേക്കുറിച്ചൊന്നും യാതൊരു പരാമർശവുമില്ല. ഡോളറിനെതിരെ രൂപയുടെ വില കൂപ്പുകുത്തുന്നതിനെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ടാക്സ് ടെററിസത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വേളയാണ്. മനസ്സിലാക്കണം, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭകൻ സ്വയം ജീവിതം അപഹരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ കൂട്ടി വായിക്കണം. പൊതുവെ കേരളത്തിൻ്റെ ഒരാവശ്യത്തോടും അനുഭാവപൂർവമായ ഒരു പരിഗണനയും നൽകാത്ത ഒരു ബജറ്റാണ്. നമ്മളൊക്കെ വിചാരിച്ചു കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുകൊണ്ട് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമെന്നുള്ളത്.